ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഖൂറം നാച്ചുറൽ പാർക്കിൽ മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. എൻട്രി ഫീസ് വരുന്നുണ്ട്. അഡൽട്ട്സിന് 1 റിയാലും കിഡ്സിന് 500 പൈസയാണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ ഒരു മാജിക് ഷോ എന്ന് തന്നെ പറയാം. അത്ര ഗംഭീരമായിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്ന് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കിഡ്സ് ഏരിയയിലേക്കാണ്. അവിടെ കിഡ്സിന് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവർ എയർ ബലൂണിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇവരുടെ ലൈവ് ഹൽവ മേക്കിങ്ങും കണ്ട് നമ്മളെ പൂൾ ഏരിയയിലേക്ക് പോയപ്പം അവരുടെ കാർണിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ കാർണിവൽ ഇങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ റാലിയായിട്ട് പോകുമ്പം ഓരോരോ ക്യാരക്ടേഴ്സ് വരെ കുട്ടികളുടെ അടുത്ത് വരുമ്പം അവർക്കും അതൊരു സന്തോഷം. അവർക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുമ്പം അവരും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാർണിവലൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു 6:30 ആയപ്പം പൂൾ ഏരിയയിൽ വാട്ടർ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷോ. കുറച്ച് സമയമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. അത്ര ഗംഭീരമായിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലോറിൽ ഇവരിങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ്സിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പം ഇതിൻ്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോയത്. ഓരോ രാജ്യക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ഡ്രസ്സും ജ്വല്ലറീസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് നമ്മൾ പാനിപൂരിയും ലോഡഡ് ഫ്രൈസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ഓരോ രാജ്യത്തിൻ്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറയാതിരിക്കാൻ വയ്യ, അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇത്രയും ഡ്രോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇത്ര ഭംഗിയായിട്ട് കാണിക്കുക എന്ന് പറയുമ്പം തന്നെ അത് നമ്മൾ പറയുന്നേക്കാളത്തിനും കൂടുതലായിട്ട് അത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു അത്ഭുതം മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ ഡ്രോൺ ഷോ ഒക്കെ കണ്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്കാണ്. ഇതിൽ 1-2 നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോഴത്തേക്കിനാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.